സഹീഹ് മുസ്ലിമിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ വന്നിട്ടുള്ള ഹദീസാണ്, ലാ യസാലു യുസ്തജാബുൽ അബ്ദി മാ ലം യദ്ഉ ബിസ്മിൻ ഔ ഖത്ഇഅതി റഹ്മിൻ മാ ലം യസ്തഅജിൽ. ഒരു അടിമക്ക് ഉത്തരം ലഭിച്ചുകൊണ്ടേയിരിക്കും അവൻ്റെ എല്ലാ ദുആകൾക്കും, മാ ലം യദ്ഉ ബിസ്മിൻ, ഒരു തിന്മക്ക് വേണ്ടി ദുആ ചെയ്യാത്തിടത്തോളം, അതല്ലെങ്കിൽ ഔ ഖത്ഇഅതി റഹ്മിൻ, അതല്ലെങ്കിൽ ഒരു കുടുംബ ബന്ധം മുറിയാൻ വേണ്ടിയിട്ട് സ്വന്തം കുടുംബക്കാർക്കെതിരെ ദുആ ചെയ്യുക. അതുപോലെ മാ ലം യസ്തഅജിൽ, അവൻ ധൃതി കാണിക്കാത്തിടത്തോളം, നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ദുആകളല്ലെങ്കിൽ അവന് എപ്പോഴും അവൻ്റെ ദുആക്ക് ഉത്തരം ലഭിച്ചുകൊണ്ടേയിരിക്കും. ഖീല യാ റസൂലല്ലാഹ് വമൽ ഇസ്തിഅജാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, എന്താണ് ദുആഇൻ്റെ കാര്യത്തിൽ ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ? അവിടുന്ന് പറഞ്ഞു, യഖൂലു ഖദ് ദഅൗതു വഖദ് ദഅൗതു, ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്, വീണ്ടും ദുആ ചെയ്തിട്ടുണ്ട്, ഫലം അറ യുസ്തജാബു ലി ഫലം അറ യസ്തജീബു ലി, എനിക്ക് അവൻ ഉത്തരം ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ഫയസ്തഹ്സിറു ഇൻദ ദാലിക വയദഉ ദുആ, അങ്ങനെ ദുആഇൻ്റെ കാര്യത്തിൽ നിരാശനായി ദുആ ഉപേക്ഷിക്കുക. ഇതാണ് ധൃതി കാണിക്കുക എന്നതുകൊണ്ടുള്ള വിവക്ഷ. വഫി മുസ്നദി അഹ്മദ് മിൻ ഹദീസ് അനസ് قال قال رسول الله صلى الله عليه وسلم لا يزال العبد بخير ما لم يستعجل, ഒരടിമ ഖൈറിലായിക്കൊണ്ടേയിരിക്കും അവൻ ധൃതി കാണിക്കാത്തിടത്തോളം, അഥവാ ദുആഇൻ്റെ കാര്യത്തിൽ ധൃതി കാണിക്കാത്തിടത്തോളം ഒരടിമ ഖൈറിലാണ്. ഖാലു യാ റസൂലല്ലാഹ് കൈഫ യസ്തഅജിൽ, എങ്ങനെയാണ് ദുആഇൻ്റെ കാര്യത്തിൽ ഒരാൾ ധൃതി കാണിക്കുക എന്ന് സഹാബത്ത് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, യഖൂലു ഖദ് ദഅൗതു റബ്ബി ഫലം യസ്തജിബ് ലി, ഞാൻ അള്ളാഹുവോട്, എൻ്റെ റബ്ബിനോട് നിരന്തരമായി ദുആ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഉത്തരം നൽകിയിട്ടില്ല എന്ന്. നമ്മൾ നഫ്സിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ അവസ്ഥ ഇതായിരിക്കും. നമ്മൾ പലരും ദുആഇനെ കാണുന്നത് ഒരു സൈഡായിട്ടാണ് കാണുന്നത്. ഏറ്റവും പ്രാമുഖ്യം കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ആളുകളെ, എൻ്റെ ശ്രദ്ധയിൽ മനസ്സിലായിട്ടുള്ള കാര്യം, ഈ ഭൗതികപരമായിട്ടുള്ള മാർഗങ്ങളിൽ അവലംബിക്കുന്നവരാണ്. അതിനെക്കുറിച്ച് മാത്രം വേവലാതിപ്പെടുകയും അതിനെ മാത്രം ചിന്തിക്കുകയും അതിൻ്റെ മേൽ തവക്കുലാക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ വ്യാപകമാണ്. വെറും മാധ്യകളായിട്ട് മാറിപ്പോയിട്ടുണ്ട് നമ്മളിൽ പലരും. പിന്നെ ഈ ദുആ എന്ന് പറയുന്നത് ഒരു സൈഡായിട്ട് മാത്രം കാണുക. ഉപകാരം ഉണ്ടായിക്കോട്ടെ, അത് ഇല്ലാത്തത് കൊണ്ട് ഒരു ഷെറും വരേണ്ട എന്നുള്ള തരത്തിൽ മാത്രം ദുആഇനെ കാണുന്ന ഒരു സാഹചര്യം. ഒരിക്കലും അങ്ങനെ ആയിക്കൂടാ. ദുആ ആണ് ഏറ്റവും വലിയ സബബ്. നമ്മൾ ഏതൊരു ലക്ഷ്യത്തിലും നമ്മൾ ഒരു വഴി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, ഒരു മാർഗം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് അള്ളാഹുവോടുള്ള ദുആയാണ്. അള്ളാഹുവിൻ്റെ ഫദ്ലും റഹ്മത്തും അള്ളാഹുവിൻ്റെ കാരുണ്യവും ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മളുടെ ഒരു ലക്ഷ്യവും ഒരാഗ്രഹവും ഒരു മുറാദുകളും നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ മാർഗങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മൾ സ്വീകരിക്കേണ്ടതാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ അതിൻ്റെ മേൽ നമ്മൾ തവക്കുലാക്കാനോ നമ്മുടെ ഹൃദയം അതിൻ്റെ മേൽ ആയിപ്പോകാനോ ഒരിക്കലും പാടുള്ളതല്ല.